രാഹുൽ ഗാന്ധിയും ഇന്ന് പ്രചരണ രംഗത്ത് സജീവമായിരുന്നുവെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയല്ലോ. ഇപ്പോൾ BJP CPM ഡീലാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഇന്ന് ആക്ഷേപം ആയി ഉന്നയിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ അപജയങ്ങളെ തുടർന്ന് വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനുമൊക്കെ ഇന്ന് വേദി പങ്കിടുന്നു രാഹുൽ ഗാന്ധിക്കൊപ്പം എന്നാണ് അവരുടെ നിലപാട്. കേരളത്തിലെ ഇടതുപക്ഷം വലതുപക്ഷമായി മാറി എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് ആക്ഷേപിക്കുന്നത്. BJPയുമായി ഒന്നിച്ച് CPM കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ചുവെന്നും രാഹുൽ ഗാന്ധി ഇന്ന് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ എതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് വേദികളിൽ ഉന്നയിച്ചത് എന്നതും വ്യക്തമാണ്. ട്രംപാണ് മോദിയെ നിയന്ത്രിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നു. അതുപോലെ ട്രംപ് എങ്ങനെയാണോ മോദിയെ നിയന്ത്രിക്കുന്നത് അതുപോലെ മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം. മോദി ദൈവത്തെക്കുറിച്ച് പറയുന്നു, അമ്പലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ശബരിമല കൊള്ളയെക്കുറിച്ച് ഒന്നും പറയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് ഈ ദൈവങ്ങളെയും അമ്പലങ്ങളെയും ഒക്കെ മറന്നുപോകുന്നത്? ഇതാണ് BJP CPM ഡീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അപ്പോൾ LDFന് എതിരെ ഉള്ള ശക്തമായ ആരോപണം ഇന്ന് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കാണുകയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ കേസെടുക്കാത്തതെന്ന തുടർ ആരോപണങ്ങൾ വീണ്ടും ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അത് BJPയും അതുപോലെ CPMും തമ്മിലുള്ള ബന്ധത്തെ തുടർന്നാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിണറായിയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് ചേരികളിൽ നിന്ന് ഉയരുന്നു. കോൺഗ്രസ് മോദിയെ പിടിക്കും അധികാരത്തിൽ വന്നാൽ എന്ന ഒരു പ്രസ്താവന കൂടി രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അത് കോൺഗ്രസ് ചേരിയിൽ വലിയ ആവേശത്തിന് വഴിവെക്കുകയാണ്. അതിന് കൃത്യമായ മറുപടിയും മുഖ്യമന്ത്രി നൽകുന്നുണ്ട് പല ഘട്ടങ്ങളിലായും. എങ്ങനെയാണ് പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധിക്കെതിരെ തുടർച്ചയായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വന്നതാണ്. ഇന്നും പ്രധാനമായി മറ്റൊരു ചർച്ചാ വിഷയമായത് CPM SDPI ബാന്ധവമാണ്. അതൊരു പ്രധാന രാഷ്ട്രീയ ചർച്ചയായി തന്നെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി അവസരവാദത്തിൻ്റെ ആൾരൂപമായി എന്നാണ് VD സതീശൻ ഇന്ന് ആ വിഷയത്തിൽ പറഞ്ഞത്. SDPIയും അതുപോലെ PDPയും RSSുമായൊക്കെ മുഖ്യമന്ത്രി കൂട്ടുകൂടുന്നു. എല്ലാ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയുമായി പിണറായി വിജയൻ കൂട്ടുകൂടുന്നു എന്നാണ് VD സതീശൻ്റെ ആരോപണം. SDPക്കാർ കൊന്ന അഭിമന്യുവിൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്ന് VD സതീശൻ ആക്ഷേപിക്കുന്നു. രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കുന്ന പാർട്ടിയാണ് CPM എന്ന് ആക്ഷേപിക്കുന്നു. അഭിമന്യുവിൻ്റെ ഫണ്ട് പോലും മുക്കി എന്ന് ആക്ഷേപിക്കുന്നു. അത് അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രി തങ്ങളോട് കണക്ക് ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ള പരിഹാസങ്ങളും VD സതീശൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. VD സതീശൻ ഇന്ന് രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ നടത്തുന്നത്. SDPI പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടി. തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടത് എന്ന വാർത്ത എന്ന് അദ്ദേഹം പറയുന്നു. LDFന് പുറത്തുള്ള കക്ഷിയുടെ പിന്തുണ തേടിയിട്ടില്ല. നേമത്ത് ശിവൻകുട്ടിയും SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയമായി യോജിപ്പില്ലാത്ത ചില ആളുകളുമായി BJPയെ പരാജയപ്പെടുത്താൻ LDFന് അല്ലെങ്കിൽ LDFന് വേണ്ടി അവർ വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ SDPI വോട്ട് വേണ്ടെന്ന് എപ്പോഴാണ് UDF പറഞ്ഞതെന്നും അദ്ദേഹം ചോദിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന ചങ്ങാത്തക്കുത്തെക്കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുകയാണ്. VD സതീഷിനെതിരെ SDPI സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് എത്തുകയാണ്. ലത്തീഫ് എന്ന് പറയുന്നത് സതീശൻ മുൻപും അവരുമായി ധാരണ ഉണ്ടാക്കിയ ശേഷം പിന്നീട് തള്ളിപ്പറഞ്ഞു എന്നാണ്. സതീശൻ്റെ താല്പര്യം ദുരൂഹമാണ് എന്ന് SDPI പറയുന്നു. UDFന് ഭൂരിപക്ഷം കുറച്ച KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് സതീശൻ്റെ നീക്കം എന്നൊരു ആക്ഷേപം അവർ മുന്നോട്ട് വയ്ക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.